വേഗം വരുന്നവനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ദൈനംദിന അപ്പം എന്ന അനുദിന വചനചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് കർത്താവിനെ സേവിക്കുക എന്ന വിഷയത്തെ ആസ്പദമാക്കി ചില കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കാം. അതിനാധാരമായ ഒരു വാക്യം വായിക്കാം. യോഹന്നാൻ 12:26 എനിക്ക് ശുശ്രൂഷ ചെയ്യുന്നവൻ എന്നെ അനുഗമിക്കട്ടെ. ഞാൻ ഇരിക്കുന്നിടത്ത് എന്റെ ശുശ്രൂഷക്കാരും ഇരിക്കും. എനിക്ക് ശുശ്രൂഷ ചെയ്യുന്നവനെ പിതാവ് മാനിക്കും. നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ചുള്ള ദൈവത്തിന്റെ ഉദ്ദേശം എന്താണ്? നിങ്ങൾ അവനെ സേവിക്കണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. കർത്താവിനെ സേവിക്കുന്നതല്ലാതെ മറ്റൊരു അനുഗ്രഹവുമില്ല. ലോകപ്രശസ്ത ദൈവദാസനായ ബില്ലി ഗ്രഹാം പറഞ്ഞു, എനിക്ക് അമേരിക്കയുടെ പ്രസിഡന്റ് സ്ഥാനം വാഗ്ദാനം ചെയ്താലും ഞാനത് സ്വീകരിക്കില്ല. പരമോന്നത ദൈവത്തിന്റെ ദാസൻ എന്ന് വിളിക്കപ്പെടാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന്. ഭൂമിയിൽ ദൈവരാജ്യം സ്ഥാപിക്കാൻ ദൈവദാസന്മാർ ആവശ്യമാണ്. സാത്താനെ ചെറുക്കാനും അവന്റെ പിടിയിൽ നിന്ന് ജനങ്ങളെ വിടുവിക്കാനും ദൈവരാജ്യത്തിനായി അവരെ നേടാനും സേവകർ ആവശ്യമാണ്. തന്റെ നാമത്തിൽ ജനങ്ങൾക്ക് നന്മ ചെയ്യാൻ ദൈവത്തിന് തന്റെ ദാസന്മാരെ ആവശ്യമുണ്ട്. ആത്മാക്കളെ കീഴടക്കാനും അവരെ സ്വർഗീയ പാതയിൽ നയിക്കാനും. പഴയ നിയമ കാലഘട്ടത്തിൽ അവർ ലേവ്യരെ പൗരോഹിത്യ ശുശ്രൂഷയ്ക്കായി വേർതിരിച്ചു. അവൻ ചിലരെ പ്രവചനീക ശുശ്രൂഷയ്ക്കായി അഭിഷേകം ചെയ്തു. അവൻ രാജാക്കന്മാരെയും അഭിഷേകം ചെയ്തു. പുതിയ നിയമ കാലഘട്ടത്തിൽ അപ്പോസ്തോലൻ, സുവിശേഷകൻ, ഉപദേഷ്ടാക്കന്മാർ, ഇടയൻ, പ്രവാചകന്മാർ എന്നിങ്ങനെ 5 തരം ശുശ്രൂഷകൾ നാം കാണുന്നു. ദൈവത്തിന്റെ ദാസന്മാരെ അവന്റെ സ്നേഹത്തെക്കുറിച്ച് പ്രസംഗിക്കുകയും അവരെ രക്ഷയിലേക്ക് നയിക്കുകയും ചെയ്യുക. മറുവശത്ത് അവർ സഭയെ പരിപൂർണമാക്കുകയും യേശുക്രിസ്തുവിന്റെ 2ാം വരവിനായി ജനങ്ങളെ ഒരുക്കുകയും ചെയ്യുന്നു. കർത്താവ് അരുളി ചെയ്യുന്നു, ഞാൻ അവയെ എന്റെ ആഭരണങ്ങളാക്കുന്ന നാളിൽ ഒരു മനുഷ്യൻ തന്നെ സേവിക്കുന്ന സ്വന്തം മകനെ ഒഴിവാക്കുന്നത് പോലെ ഞാൻ അവരെ ഒഴിവാക്കും. അപ്പോൾ നീതിമാന്മാരും ദുഷ്ടന്മാരും തമ്മിൽ, ദൈവത്തെ സേവിക്കുന്നവനും അവനെ സേവിക്കാത്തവനും തമ്മിൽ നിങ്ങൾ വീണ്ടും വിവേചിക്കുമെന്ന് ഇത് മലാക്കി 3:17-18 കാണാൻ സാധിക്കുന്നു. ദൈവത്തിന്റെ സാന്നിധ്യം എപ്പോഴും അവന്റെ ദാസന്മാരോടൊപ്പം ഉണ്ടായിരിക്കും. അവൻ അവരെ ഒരിക്കലും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല. കർത്താവ് തന്റെ വചനം സ്ഥിരീകരിക്കുകയും അവയിലൂടെ ശക്തമായ അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിക്കുകയും ചെയ്യും. കർത്താവ് അരുളി ചെയ്യുന്നു, ഞാൻ എന്റെ നാമം രേഖപ്പെടുത്തുന്ന എല്ലാ സ്ഥലങ്ങളിലും ഞാൻ നിങ്ങളുടെ അടുക്കൽ വരും. ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കും എന്ന് ഇത് പുറപ്പാട് 20:24 കാണാൻ സാധിക്കുന്നു. കർത്താവ് തന്റെ ശുശ്രൂഷകരെ അഗ്നിജ്വാലയാക്കുന്നു എന്ന് എബ്രായർ 1:7 കാണപ്പെടുന്നു. അവൻ അവരെ അഗ്നിജ്വാലയാക്കി. അത് പാപത്തെ ദഹിപ്പിക്കുകയും നശിപ്പിക്കുകയും പ്രലോഭനങ്ങളിൽ വിജയിക്കുകയും ചെയ്യും. അതുകൊണ്ട് ദൈവമക്കളെ, കർത്താവിനെ സേവിക്കാൻ നിങ്ങളെ തന്നെ സമർപ്പിക്കുവീൻ. അതിനായി ദൈവം നിങ്ങളെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ. കൂടുതൽ ധ്യാനത്തിനുള്ള വാക്യം ആമോസ് 3:7 യഹോവയായ കർത്താവ് പ്രവാചകന്മാരായ തന്റെ ദാസന്മാർക്ക് തന്റെ രഹസ്യം വെളിപ്പെടുത്താതെ ഒരു കാര്യവും ചെയ്യുകയില്ല. ഇന്നത്തെ ബൈബിൾ വായന രാവിലെ മീക 1, 2, 3 അധ്യായങ്ങൾ, വൈകുന്നേരം വെളിപ്പാട് 11 അധ്യായം. ആമേൻ.